ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ ഞങ്ങളുടെ ശത്രുക്കൾ കടന്നു പോകുന്നതോ ഈ ജലപാത ഉപയോഗിക്കുന്നതോ ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ആയതിനാൽ തന്നെ ഈ തന്ത്രപ്രധാന പാതയിലൂടെ കടന്നുപോകുന്ന കപ്പൽ ഗതാഗതത്തിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അതേപോലെ തന്നെ ഇറാന്റെ മേഖലയുടെ താൽപര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വ്യക്തമായ നയതന്ത്രങ്ങളോട് കൂടി തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ കപ്പലുകൾ കടന്നു പോകുന്നതിന് പുതിയ ക്രമീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. നിലവിലെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണങ്ങളിൽ പുതിയ മാറ്റങ്ങളാണ് ഇവിടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇക്കാര്യങ്ങൾ തുറന്നടിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ് ചെയ്തതും. യുഎസും ഇസ്രയേലുമായുള്ള സഖ്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്നത് അത് തടയാനുള്ള ഇറാന്റെ തീരുമാനത്തെയും അദ്ദേഹം ഇവിടെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. യുദ്ധകാലത്ത് ഇത്തരമൊരു നീക്കം അവിടെ ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇതിനായി തന്നെ പ്രതികരിക്കുന്ന വേളയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ഇറാനോട് ചേർന്നുള്ള ജലപാതയാണ്. സ്വാഭാവികമായും ഞങ്ങളുടെ ശത്രുക്കൾ ഈ ജലപാത ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അനുവദിക്കാനാകില്ല. സംഘർഷവും സംഭാഷണ രീതിയും അതേപോലെ സുരക്ഷാ ഭീഷണിയും കാരണം നിരവധി കപ്പലുകൾ ഇതിനോടകം തന്നെ ഈ പാതയിലൂടെയുള്ള ഗതാഗതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. യുദ്ധാനന്തരം ഇതിലൊരു പുനർക്രമീകരണം വേണം. ഭാവിയിൽ ഇതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഒരു പുതിയ പ്രോട്ടോകോൾ ഇവിടെ കൊണ്ടുവരാൻ ഇറാൻ ആവശ്യപ്പെടുകയാണ് എന്നതാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ മേഖലയുടെയും അതേപോലെ തന്നെ താല്പര്യങ്ങൾ കണക്കിലെടുത്തും വ്യക്തമായ നിയന്ത്രണങ്ങളോടുകൂടി തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ കപ്പലുകൾ കടന്നു പോകുന്നതിന് പുതിയ ക്രമീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടി വരുമെന്നാണ് ഇവിടെ ഒരു റിപ്പോർട്ടായി അല്ലെങ്കിൽ ഒരു വിലയിരുത്തലായി തന്നെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 ഭാഗവും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ആയതിനാൽ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നിയമങ്ങൾ മാറ്റം വരുത്താനുള്ള ഇറാന്റെ നീക്കം അത് ആഗോള തലത്തിലും വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. അതേപോലെ തന്നെ യുദ്ധകാലത്തെ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹോർമൂസിൽ സ്ഥിരമായ സ്വാധീനം ഉറപ്പാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.